മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഈ വർഷം ജാനുവരി 1 തുടങ്ങി ജാനുവരി 31 വരെ റോഡ് സേഫ്റ്റി അവയർനെസ് മന്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം മോട്ടോർ വാഹന വകുപ്പ് റോഡ് ആക്സിഡൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ മാസം പകുതിയോടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് മോട്ടോർ വാഹന വകുപ്പ് അടുത്ത മാസം വരെയുള്ള പ്രോഗ്രാമുകൾ ഓൾറെഡി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് വർക്കുകളും റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമുകളും ഇപ്പോൾ ചെയ്തു വരികയാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സ്കൂൾ ചിൽഡ്രൻ, ദെൻ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, അതോടൊപ്പം തന്നെ പെഡസ്ട്രിയൻസ്, റോഡ് യൂസേഴ്സ്, ഡ്രൈവേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ഒരു റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം നൽകുക എന്നുള്ളതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ അവരുടെ ഡ്രൈവിംഗ് ഹാബിറ്റിൽ വ്യത്യാസം വരുത്തുക, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാവുക. ഈ വർഷം ആദ്യമേ തന്നെ നമ്മൾ എടുത്ത ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയായിരുന്നു ഏറ്റെടുത്തത്. കാരണം ആക്സിഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ആ ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്സിഡൻസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ സാധിക്കില്ലെങ്കിലും മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്ദേശശുദ്ധി. ഈ റോഡ് സേഫ്റ്റി പ്രോഗ്രാം കൊണ്ടും നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യത്തെ റോഡ് സേഫ്റ്റി പ്രോഗ്രാമുകളിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഡ്രൈവേഴ്സിനെ, പ്രത്യേകിച്ച് വലിയ സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ ഓടിക്കുന്ന അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് ഡ്രൈവേഴ്സ്, അവർക്കുള്ള റോഡ് സേഫ്റ്റി പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. EIB ഡ്രൈവേഴ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൻ്റെ ഡ്രൈവേഴ്സിനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റി അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളോടും കോളേജുകളോടും ചേർന്നുകൊണ്ട് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവയർനെസ് ചെക്കിംഗ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ദെൻ ഈ കാഴ്ച പരിമിതമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതുപോലെയുള്ള ഐ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ അവയർനെസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡ്രൈവേഴ്സിനെ കൂടുതൽ നല്ല രീതിയിലുള്ള അവയർനെസ് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയും. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് കടന്നു വരുമ്പോൾ റെഡ് സിഗ്നൽ കാണുന്നതിന് മുമ്പ് ആംബർ ലൈറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക, റെഡ് സിഗ്നലാണെങ്കിൽ ജമ്പ് ചെയ്യാതെ പോവുക, ഇതൊക്കെ നമ്മൾ പ്രാഥമികമായിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ പലപ്പോഴും തന്നെ ഈ കുട്ടികളായിട്ടുള്ള ഡ്രൈവർമാർ ഇതിനൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അവർ സ്റ്റണ്ട് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സൈലൻസറിലൊക്കെ ഓൾട്രേഷൻ വരുത്തി പോകുന്നതിനൊക്കെ കൂടുതൽ ശ്രദ്ധ ചെയ്യാറുണ്ട്. അതും മഹാമോശത്തരമാണ്. അതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് വളരെ ശക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള നടപടികളും ചെയ്യുന്നുണ്ട്. അതുപോലെ ജുവനൈൽ ഡ്രൈവേഴ്സ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കൾ ലൈസൻസ് ഇല്ലാതെ തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വാഹനം വിട്ടുകൊടുക്കുന്നുണ്ട്. അതൊക്കെ തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. ഒരു കാരണവശാലും അത് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഡ്രൈവേഴ്സിനെ ജുവനൈൽ ഡ്രൈവേഴ്സിനെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ 25,000 രൂപയാണ് അച്ഛനും അല്ലെങ്കിൽ പാരന്റിന് ഫൈൻ ലഭിക്കുക. അതുകൂടാതെ കോടതിയുടെ അടുത്ത നടപടിക്രമങ്ങളായിട്ടുള്ള കാര്യങ്ങളും കൂടി അവരെ ബാധിക്കുന്നതാണ്. അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ റോഡിലേക്ക് ഡ്രൈവേഴ്സായിട്ട് ഇറങ്ങുന്നത്. നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ഹാബിറ്റ് എപ്പോഴും തന്നെ വളരെ നല്ല പ്രചോദനങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള മാർഗങ്ങളും അത് റോഡിൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യരുത്. മറ്റുള്ളവർക്ക് വഴി വിട്ടുകൊടുക്കുന്ന രീതിയിൽ നമ്മൾ അല്പം ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് വേണം ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ വർഷത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറ്റ് റൂൾസുകളെല്ലാം തന്നെ അനുസരിക്കുന്നത് പോലെ തന്നെ ഡ്രൈവിംഗ് പരമായിട്ടുള്ള, അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആൻഡ് റൂൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അനുസരിക്കേണ്ടതാണ്. അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതിൽ ഓരോ ജനങ്ങളും, ഈ ഡ്രൈവേഴ്സായുള്ള ജനങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഏറ്റവും നല്ല രീതിയിലുള്ള ഡ്രൈവർമാരായിട്ട് മാറാനുള്ള അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുക, ഡ്രൈവിംഗ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അപകടങ്ങൾ ഇല്ലാത്ത നിരത്തുകളായിട്ട് മാറുവാനും അത് സഹായകരമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.